ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അല്ല, നിങ്ങൾ ഈ മലപ്പുറംകാർക്ക് ഇത് എന്തൊരു അഹങ്കാരമാണിത്? ഇങ്ങനൊന്നും നിങ്ങൾ അഹങ്കരിക്കരുത് കേട്ടോ. പണത്തിൻ്റെ അഹങ്കാരം, മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്നുള്ള അഹങ്കാരം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലീഗുകാർ മൊത്തത്തിൽ പഞ്ചായത്തും അതും ഇതൊക്കെ തൂത്തുവാരി എന്നുള്ള അഹങ്കാരം, അങ്ങനെ പലതരത്തിലുള്ള അഹങ്കാരമുള്ള കൂട്ടത്തിൽ നിങ്ങൾക്ക് മലപ്പുറംകാർക്ക് മറ്റൊരു അഹങ്കാരം കൂടെ ഉണ്ട് കേട്ടോ. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾ ഈ എല്ലാ മതസ്ഥരെയും ഒരേപോലെ സ്നേഹിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നതേ ചില വേട്ടാവളിയന്മാർക്കൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മലപ്പുറംകാർക്ക് ഇത്ര ധാർഷ്ട്യം പാടില്ല. ഇതത് പറഞ്ഞാരാന്നറിയാം, മഹാനായ ഗുരുദേവന്റെ ആദർശങ്ങളെ പിൻപറ്റി ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു ഒന്നാന്തരം ഊള ഈ സാധനം ഉണ്ടല്ലോ, ഒരു പുതിയൊരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോയതാണല്ലോ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. നിങ്ങൾ പാണക്കാട് തങ്ങളുടെ വണ്ടിയിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവനെ കയറ്റിക്കൊണ്ട് പോകുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. കാരണം എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നേരിട്ട് തങ്ങളുടെ വണ്ടിക്കകത്ത് ആരൊക്കെയാണ് കയറുന്നതെന്നുള്ളത് എനിക്കറിയാൻ പറ്റത്തില്ല. ഗുരുദേവന്റെ പാത പിൻപറ്റിയാണ് കേട്ടോ ഞാൻ ജീവിക്കുന്നത്. പിന്നെ ലീഗുകാർ ഞാൻ വർഗീയവാദിയാണെന്നൊക്കെ പറയും. അത് അവർ വർഗീയത മനസ്സിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. സത്യത്തിലെ ജനിച്ച കുഞ്ഞുങ്ങളുടെ മനസ്സുപോലെയാണ്. അത്രയ്ക്ക് ശുദ്ധവനും പരിശുദ്ധനുമായിട്ടുള്ള ഈ പാവത്തിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? മലപ്പുറം ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ അവിടെ SNDPക്ക് നല്ല വേരോട്ടമുണ്ട്. പക്ഷെ അവിടെ എങ്ങും ഈ പറയുന്ന ആൾക്കാർക്ക് വർഗീയത എന്ന് പറയുന്ന സാധനമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കള്ള് കച്ചവടക്കാരനായിട്ടുള്ള നാഴികയ്ക്ക് 40 വട്ടം ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായത്തെ നിരന്തരം വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട ഓഷൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് ശാപമാണ്, ഈ സമുദായത്തിന് ശാപമാണ്. ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നിങ്ങളാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരച്ഛനും മകനുമാണ്. ഇവർക്ക് മാത്രമാണ് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പുതിയൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. നമ്മുടെ പാണക്കാട് തങ്ങളുടെ വണ്ടിക്കകത്ത് ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ ഇതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അതൊന്ന് കേട്ടതിന് ശേഷം നമ്മുടെ അൻസാരി ഉസ്താദ് നല്ല കിടുക്കാച്ചി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. മിസ് ചെയ്യരുത്, വീഡിയോ എല്ലാവരും കാണാം. ഞാൻ കേട്ട് തങ്ങളുടെ വണ്ടി വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തങ്ങളുണ്ടല്ലോ, അവരുടെ ആത്മീയ നേതാവ്. ആ ആത്മീയ നേതാവിൻ്റെ വണ്ടിയുടെ അകത്ത് ഒരു മുസ്ലിം അല്ലാത്ത എത്ര പേരെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആരോപണത്തിന് വേണ്ടി ഇതുപോലെ തറ പറയരുത്. തറ പറയുമ്പോൾ അതിനേക്കാൾ വലിയ തറ പറയാൻ ഞങ്ങളുടെ ആളുകൾ നല്ലപോലെ അറിയാം. അതുപോലെ ഈ ചെറിയ കാര്യങ്ങളും അല്പകാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരുടെ ഇടയിൽ ഈ മതവിദ്വേഷത്തിൻ്റെ വിത്തുകൾ കുത്തിയിറങ്ങരുത്. അത് ഏറ്റെടുത്ത് പറയാൻ കുറേ മാധ്യമങ്ങളുണ്ട്. നിങ്ങൾ എന്തൊരു കഷ്ടമാണ് പറയണത്. ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി എന്തിനാണ് കണ്ടിട്ടുണ്ട്? ഞാൻ മുഖ്യമന്ത്രിയുടെ കയറി കാറിൽ കയറി കിടക്കുന്ന ഓഫീസിൽ വരുന്നത് നിങ്ങൾ വന്ന് നിങ്ങളൊക്കെ മീഡിയകളാണല്ല. മുഖ്യമന്ത്രി ഞാൻ അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് 10 കൊല്ലമായില്ല ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട്. ആകെ 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്കൊരു കാര്യമില്ല മിസ്റ്ററെ, ഞാൻ നിൽക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഇഷ്ടമാണ്. പിന്നെ കോൺഗ്രസ് ഗതികേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്ന് അറിയേണ്ടി വന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കേട്ടില്ലേ അല്ലേ? നിങ്ങളിങ്ങനെ മതവിദ്വേഷം പരത്തരുത്. കുഞ്ഞു മനസ്സ് ലോല ഹൃദയന ഒരു ആളെക്കുറിച്ച് പോലും ഇന്നേ വരെ വർഗീയപരമായിട്ടുള്ള പരാമർശം നടത്താത്ത ഈ മനുഷ്യനെ കുറിച്ചിട്ടാണ് കേട്ടാ നിങ്ങൾ മലപ്പുറംകാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സൂക്ഷിക്കണേ. മലപ്പുറംകാരൊന്നും ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല. ഈ വയനാട് ദുരന്തം ഉണ്ടായല്ലോ, എത്ര മനുഷ്യരവിടെ മരണപ്പെട്ടു, എത്ര വീടുകൾ അവിടെ പോയി. ഏതെങ്കിലും ഒരാൾക്ക് സ്വസമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യാൻ ഈ പറയുന്ന ആൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഈ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ സംഘടനയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പോലും മാനക്കേട് ഉണ്ടാക്കി വെക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ വേട്ടാവളിയൻ നിരന്തരം ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാറിൽ നിങ്ങൾ കയറായിരിക്കും. ആ കയറിയതിൻ്റെ ഗുണമാണ് ഇന്ന് കേരളത്തിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹാക്കന്മാരോട് പറയാനുള്ളത്, കൂടെ ഇരുന്നിട്ട് കുഴികാല് വെട്ടുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ കാറിനകത്ത് കയറി ഞരങ്ങും, സർക്കാരിൻ്റെ പരിപാടികളിലൊക്കെ വന്നിരിക്കും, മതവിദ്വേഷം പറയും. ഇതൊക്കെ ഒരു അജണ്ടയാണ്. ഇതെല്ലാം സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അപ്പനും മകനും തമ്മിലുള്ള പ്ലാനിങ് ആണിത്. ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി കേരളത്തിലെ സഹാക്കന്മാർക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നിപ്പോകുന്നുണ്ട്. എന്തായാലും ഇനി നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടിയില്ലേ, കിണ്ണം കാച്ചിയ മറുപടി കേട്ടോ. നമ്മുടെ വെള്ളാപ്പള്ളി സാറ് പറഞ്ഞ എത്ര സത്യമാണ്.
ഈ മലപ്പുറംകാർക്ക് എന്തൊരു ധാർഷ്ട്യവും അഹങ്കാരമാണ്. അവർക്ക് വിദേശത്തും സ്വദേശത്തും ഒക്കെ ഇഷ്ടംപോലെ പണം വരുന്നുണ്ട്. അതിൻ്റെ അഹന്തതയാണ് അവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, മലപ്പുറം ജില്ല വഴിയുള്ള എല്ലാ ജില്ലകളിലും 10-40 വൃദ്ധസദനങ്ങളാണ്. ഇത് ഈ മലപ്പുറം ജില്ലയിൽ മാത്രം വിരലെണ്ണാവുന്ന തുലവും. അതിനാണെങ്കിലോ മുസ്ലിം രക്ഷകർത്താക്കൾ വളരെ തുലവും കുറവ്. അഹങ്കാരമല്ലേ നിങ്ങളത്? എടാ, നിങ്ങൾ മറ്റ് ജില്ലകളിലൊക്കെ നോക്കടാ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയൊക്കെ നോക്കടാ. വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ സമ്പൽ സമൃദ്ധി കൈവരിച്ചു കഴിഞ്ഞാൽ അവരവരുടെ മാതാപിതാക്കളെ വളരെ സന്തോഷത്തോടുകൂടി വൃദ്ധസ്ഥാനത്തിലാക്കുകയാണ്. നിങ്ങൾ അവരുടെ സ്വന്തം മാതാപിതാക്കളുടെ മൂത്രവും കാഷ്ടവും ഒക്കെ കൈകൊണ്ട് കൂരി അവരെ സന്തോഷിപ്പിച്ച് അതുകൊണ്ട് സ്വർഗം കിട്ടും. എന്തൊരു 6-ാം നൂറ്റാണ്ടുകാരാണ് നിങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് സ്വന്തം രക്ഷകർത്താക്കളെ വൃദ്ധസ്ഥാനത്തിലേക്ക് വിടാത്ത നിങ്ങൾ പണത്തിന്റെ അഹങ്കാരം കൊണ്ടാണ്. നിങ്ങൾ ഈ പണത്തിന്റെ കൊഴുപ്പ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ഈ ധാർഷ്ട്യം കുറക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പണത്തിന്റെ അഹങ്കാരം നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ. ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പണം പോയത് എവിടുന്ന? മലപ്പുറം ജില്ലയിൽ നിന്ന്. നിങ്ങൾ കാശിന്റെ അഹങ്കാരമല്ലേ? സമ്പത്തിന്റെ അഹങ്കാരം ദാശങ്ങൾ കുറക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ലയിൽ തലക്ഷേത്രത്തിന് തീ പിടിച്ചപ്പോൾ അതിന്റെ വാതിൽ കത്തിയപ്പോൾ ആദ്യം ഓടിച്ചെന്നത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊക്കെ ശരിയായ നടപടിയാണ്. തെക്കൻ കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ വന്ന് ജോലി ചെയ്ത ഒരുപാട് അധ്യാപകർ, ഒരുപാട് സ്വാത്വികരായ ആളുകൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് വാഴ്ത്തിപ്പാർ നിങ്ങൾ പണം കൊടുത്ത് അവരെ സമീകരിച്ചതല്ലേ? അവർ മലപ്പുറം ജില്ല കേരളത്തിന്റെ സ്വർഗ്ഗഭൂമിയാണെന്ന് പറഞ്ഞു. ഇത്രത്തോളം മതേതരത്വവും സൗഹാർദ്ദവും സമത്വവും നിലനിൽക്കുന്ന ഒരു ജില്ല വേറെ ഇല്ല എന്ന് ഹിന്ദുക്കൾ പറയുന്നു, ക്രൈസ്തവർ പറയുന്നു. എത്രയോ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നിങ്ങളെപ്പോലെ അഹങ്കാരികൾ വേറെ ആരാ മലപ്പുറം ജില്ലക്കാരെ? നിങ്ങളുടെ ഈ അഹങ്കാരം നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന പണവും നല്ലൊരു വിഹിതവും നിങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്നത് എന്താ? ഒരു പോസ്റ്റ്, ഒരു സഹായം അഭ്യർത്ഥിച്ച് ഒരു കിഡ്നി രോഗി, ഒരു ക്യാൻസർ രോഗി ഒരു പോസ്റ്റ് ഇട്ടാൽ, ഇപ്പം ഞാൻ തന്നെ ഇട്ടാൽ ഏറ്റവും കൂടുതൽ പണം വരുന്നത് ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പണത്തിന്റെ അഹങ്കാരമാണ്. നിങ്ങളിത് മാറ്റിയേ പറ്റുള്ളൂ മലപ്പുറം ജില്ലക്കാരെ. നിങ്ങളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവർ വയറ് നിറക്കാൻ വേണ്ടി ജീവിക്കുന്നു. എന്തിനേറെ നിങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരത്തിന് അടയാളം എന്താ? എടാ, കോട്ടയം പാലാ ഭാഗത്തേക്ക് ഒരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ അവിടെ ഏത് വിഭാഗമാണോ ആ വിഭാഗത്തിന് അനുസൃതമായിട്ടാണ് സ്ഥാനാർത്ഥി നിർത്തുക. ഏത് കമ്മ്യൂണിറ്റിയാണോ അവിടെ കൂടുതലുള്ളത് അവരിൽ നിന്നൊരു സ്ഥാനാർത്ഥിയാണ്, അവർക്ക് പറ്റിയ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി നിർത്തുക. നിങ്ങളുടെ മലപ്പുറം ജില്ലയിലോ AK ആന്റണി നിങ്ങൾ വിജയിപ്പിച്ചല്ലേ? ഏതെല്ലാം MLA-മാർ, ഏതെല്ലാം മന്ത്രിമാർ മുസ്ലിങ്ങളല്ലാത്തവർ നിങ്ങൾ വിജയിപ്പിച്ചിട്ടല്ലേ? അത് നിങ്ങളുടെ സ്വന്തം ആളായുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ അഹങ്കാരികൾ? നിങ്ങൾക്കല്ലേ വർഗീയതയുള്ളത്? എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയാണ്. അതുകൊണ്ട് മലപ്പുറംകാരെ എനിക്ക് നിങ്ങളോട് സ്നേഹത്തെ പറയാനുള്ളത്, നിങ്ങൾ ഈ അഹങ്കാരം കുറക്കണം. നിങ്ങൾ ഈ ധാർഷ്ട്യം നിങ്ങൾ കുറക്കണം. നിങ്ങൾ നന്നാവും. നിങ്ങളുടെ പണം കൊണ്ട് എന്തിനാണ് മറ്റുള്ളവരെ ഊട്ടാൻ നടക്കുന്നത്? ഇതൊക്കെ നിർത്ത്. നിങ്ങൾ ഈ ധാർഷ്ട്യം കുറയ്ക്ക്. വെള്ളാപ്പള്ളി സാർ പറഞ്ഞ പോലെ എത്ര വിനയമുള്ള മനുഷ്യനാണ് മനുഷ്യൻ, എത്ര നല്ല മനുഷ്യനാണ് മനുഷ്യൻ. നിങ്ങളെപ്പോലാണ് ആ മനുഷ്യൻ. നോക്ക്, സർക്കാർ കുടുംബക്ഷേത്രത്തിന് വേണ്ടി 3 കോടി രൂപയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. എത്ര വിനയുള്ള മനുഷ്യൻ. എന്തെങ്കിലും ഒരു വർഗീയത അദ്ദേഹത്തിന്റെ വായിൽ വരുന്നുണ്ടോ? എല്ലാവർക്കും വാരി കോരി കൊടുക്കുന്നു. ഇതുപോലൊരു മനുഷ്യനെ ഈ ഭൂമുഖത്ത് കാണാൻ കഴിയുക. അങ്ങനെയൊക്കെ അവിടെ ഒരു നേതാവെന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന് വായിൽ ഇന്ന് വരെ ഒരു വർഗീയ പരാമർശം വന്നിട്ടുണ്ട്. എത്ര വിനയമുള്ള മനുഷ്യൻ, എത്ര സ്നേഹമുള്ള മനുഷ്യൻ. ഇങ്ങനൊരു മനുഷ്യനെ, ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞത്, നമുക്ക് ജീവിക്കാൻ എത്ര മഹത്തരമാണ് അല്ലേ? അതുകൊണ്ട് മലപ്പുറംകാരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ കുറയ്ക്ക്. നിങ്ങൾ വെള്ളാപ്പള്ളി സാറിനെ കണ്ടുപിടിക്കുക. അവിടുന്ന് ആ കൈ കൊണ്ട് എത്രയോ അബലരായ മനുഷ്യർക്ക് അദ്ദേഹം ദിനം പ്രതി കൂലി കൊടുക്കുന്നു. വയനാട് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ പണം ആരുടേതാ? വെള്ളാപ്പള്ളി സാറിൻ്റെതാ അല്ലേ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മലപ്പുറംകാർ അതുകൊണ്ട് ഒന്ന് അടങ്ങണം. മലപ്പുറംകാർ ഒന്ന് അടങ്ങണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിലും നല്ലൊരു മറുപടി ഇനി ഈ വേട്ടാവളിന് കൊടുക്കാനില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ SNDP-യിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വെച്ച് മുതലെടുത്ത് നിങ്ങളെ വെച്ച് ജീവിക്കുന്ന രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് ഒന്ന് ഈ അപ്പനും മകനും തന്നെയാണ്. സത്യത്തിൽ ഉസ്താദ് പറഞ്ഞുണ്ടല്ലോ, അത് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രത്തോളം എന്താ പറയുക, ഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. ആ തലപ്പാക്കെട്ടൊക്കെ മാറ്റിവെച്ച് എന്നെപ്പോലുള്ള ഒരാളായിരുന്നു ഉസ്താദെങ്കിൽ ഈ ഒരു ഭാഷയിലല്ലായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ വിമർശിക്കുന്നത് അല്ലേ. കൊടുക്കേണ്ടത് അസ്ഥാനത്ത് തന്നെ കൃത്യമായിട്ട് പോയിന്റ് ഇട്ടം കൊടുത്തിട്ടുണ്ട്. ഇവനെ പോലുള്ളവനൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ശാപം. അതുകൊണ്ട് മലപ്പുറംകാരുടെ ഈ ഒരു അഹങ്കാരം അത് നിങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പാവം പിടിച്ചത് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുരച്ചുകൊണ്ടിരിക്കും കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി അഹങ്കാരം കുറയ്ക്ക്. നിങ്ങളൊരു പൊടിക്കൊന്ന് അടങ്ങ്. എന്താണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ അടിച്ച് കണ്ടം വഴി ഓടിക്കണം ഇതുപോലുള്ള മുതലുകൾ. അതാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ മിനിമം ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക, ഇതുപോലെ ഒരിക്കലും ആകാതിരിക്കുക. അപ്പോൾ കാണാം. ബൈ.